ആഴങ്ങളിൽ. മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ഡൊമിനിക് സാവിയോ. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച പൂന്തുറ സ്വദേശിയായ ഇദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്. ദൈവകൃപയാൽ സുനാമി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഡൊമിനിക് സാവിയോ മനസ്സു തുറക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡൊമിനിക് സാവിയോ. തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഞാൻ 12ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അതിനുശേഷം ഒരു ഉപജീവന മാർഗത്തിനായിട്ട് തേടുമ്പോഴത്തേക്കും വരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ നല്ല സാലറി ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 600-700 രൂപയുള്ള വരുമാനമേ നാട്ടിലന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഞാൻ മത്സ്യബന്ധനം തിരഞ്ഞെടുക്കുന്നത്. അത് സാധാരണക്കാരൻ ഒരു തൊഴിലാളിയാകുമ്പോഴത്തേക്ക് നമുക്ക് മുതൽ മുടക്കില്ലാതെ തന്നെ എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. നമ്മുടെ മേളിൽ പ്രഷറും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ ജോലി ചെയ്യുകയും അതെന്നുള്ള നിവേദനം നമുക്ക് കിട്ടുകയും നമ്മൾ തിരിച്ചു പോയി വരികയും ചെയ്യുന്നു. ഞാൻ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്കും എന്നെ ആദ്യം കൊണ്ടുപോയത് എൻ്റെ മാമനാണ്. പേര് സുരേഷ്. പുള്ളിയാണ് എന്നെ കൂടെ കൊണ്ടു നടന്നതും എന്നെ മത്സ്യബന്ധനത്തിന് കൊണ്ടുപോയി എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് എന്നെ സ്റ്റഡിയാക്കി മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും പുള്ളിയുടെ കൂടെ നിർത്തി. പുള്ളി തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുകയും കൂടെ നിർത്തി എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടു നടക്കുകയും ഇന്ന് ഞാനെന്ന വ്യക്തിയെ മത്സ്യബന്ധനത്തിന് പൂർണ്ണ മനുഷ്യനെ എന്നെ നിർത്തിയത് എൻ്റെ മാമൻ സുരേഷ് എന്നാണ്. പിന്നെ ദൈവത്തിൻ്റെ ഇടപെടലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ജോലി ഇല്ലാതെ കിടക്കുമ്പോൾ ദൈവം മനുഷ്യൻ്റെ രൂപത്തിലൊന്ന് സഹായിക്കുമെന്ന് പറയും. ആ ഒരു ദൈവത്തിൻ്റെ മനുഷ്യരൂപം എന്ന് പറയുന്നത് എൻ്റെ മാമൻ സുരേഷാണ്. പുള്ളിൻ്റെ പിക്നെയിം എന്നറിയപ്പെടുന്നത് തൗപ്പൻ എന്നാണ്. അയാളാണ് എന്നെ ഈ നിലയിൽ എന്നെ മത്സ്യബന്ധനത്തിൽ കൂടെ നിർത്തുകയും എന്നെ ഇത്ര നിലയിൽ എന്നെ ആളാക്കിയത്. ദൈവത്തിൽ കൂടുതൽ വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഞാൻ കൂടുതൽ ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറില്ല. പക്ഷേ ഞാൻ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പേ കുരിശു വരഞ്ഞ് മാതാവിനോടും ദൈവത്തിനോടും പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ കടലിലോട്ട് പണിക്ക് പോവുകയുള്ളൂ. ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്കും സാധാരണ എല്ലാ ദിവസവും ഞങ്ങളുടെ ഇടവയിലൊന്ന് തോമസ് ലിയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഇടവ മധ്യസ്ഥൻ എന്ന് പറയുന്നത് തോമസ് ലിയയാണ്. പിന്നെ ഞങ്ങൾ വിഴിഞ്ഞത്ത് പോകുമ്പോഴത്തേക്കും വിഴിഞ്ഞം പള്ളിയിൽ പ്രാർത്ഥിക്കുകയും കടലിലിറങ്ങുമ്പോൾ മാതാവിനോട് ഞങ്ങൾ അനുഗ്രഹം ചോദിക്കുകയും ദൈവത്തിനോട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ഇന്ന് പണിക്ക് പോകുമ്പോൾ ദൈവമേ എന്തെങ്കിലും നൽകണമേ, ഈ നൽകുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിച്ച് മുന്നേറുകയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കുകയും അവരുടെ ചിലവുകൾ കഴിഞ്ഞുകൂടുകയും കുടുംബസമാധാനം എല്ലാം കൊണ്ട് പോകുന്നത് ഈ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും കുറവുണ്ടായാൽ പിന്നെ ഓരോ പ്രശ്നങ്ങളും അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് ഞങ്ങൾ മുനമ്പ ഹാർബറിൽ നിന്ന് ബോട്ട് പുറപ്പെട്ടു പോകുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ഞങ്ങളൊരു 15-16 പേരുണ്ടായിരുന്നു മത്സ്യബന്ധനത്തിനായി. ഒരു 123 അടി ബോട്ടിലാണ് ഞങ്ങൾ മത്സ്യബന്ധനത്തിനായി പോയത്. അതായത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതേ വർഷമായിരുന്നു അന്ന് സംഭവിച്ചത്. അതായത് ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്ക് കാലാവസ്ഥ പൂർണ്ണമായും അന്ന് ശരിയല്ലായിരുന്നു. പിന്നീട് ഞങ്ങളെ കരയ്ക്ക് കോസ്റ്റ് ഗാർഡ് അനൗൺസ്മെൻറ്റ് ചെയ്ത് ഗവൺമെൻറ് പറഞ്ഞിട്ട് എല്ലാവരും കരയ്ക്ക് അടുക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും മുനമ്പം ഹാർബറിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ കയറാതിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കുണ്ട അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനില്ല. ഞങ്ങൾ നിൽക്കുന്നത് ആ സമയത്ത് മരണത്തിൻ്റെ വക്കിലാണ്. ആ നിമിഷം എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടും ആരെയില്ല. പൂർണ്ണമായിട്ടും ബോട്ട് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അത് ഓട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സ്ട്രാങ്ങിൻ്റെ ശക്തിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ജീവന് വേണ്ടി ദൈവങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ എങ്ങനെയെങ്കിലും ഞങ്ങളെ കരയ്ക്ക് കൊണ്ട് അടുക്കിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു ദിശയിൽ നിന്ന് ഒരു ഒഴിവ്, അതായത് കടലിൻ്റെ തിരമാല വന്ന് ഞങ്ങളെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന വിധത്തിൽ ഞങ്ങൾ കരയ്ക്ക് കയറുന്നതും അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. അതല്ലാതെ ആ രക്ഷപ്പെടലേ അല്ലെങ്കിൽ ഇന്ന് ഞാനെന്നുള്ള വ്യക്തി ഇവിടെ ഇല്ല. അന്ന് നമ്മൾ വിളിക്കാത്ത ദൈവങ്ങളില്ല. കൂടുതലും പല ദൈവങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നത് ലോകത്തുള്ള എല്ലാ ദൈവങ്ങളോടും വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്നെ ഓർത്ത് എൻ്റെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ട്.
ഞാൻ തിരിച്ചു പോയാലോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നാലോ അവർക്ക് രക്ഷയുള്ളൂ. എൻ്റെ ജീവൻ നിലനിർത്തിയാലേ എൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഏതോ ദൈവത്തിൻ്റെ ഭാഗ്യം, ഞാൻ എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ മതത്തിൻ്റെ ദൈവം എന്ന് പറയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മധ്യസ്ഥൻ എന്ന് പറയുന്നത് തോമസ് ലീഗയാണ്. എൻ്റെ ദുഃഖവും ദുരിതവും പറയണത് ഞാൻ തോമസ് ലീഗയോടാണ് കൂടുതലും പറയാറുള്ളത്. പക്ഷേ ഞങ്ങളന്ന് വിളിക്കാത്ത മധ്യസ്ഥന്മാരില്ല. ദൈവം എപ്പോഴും പറയും മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചാലേ മധ്യസ്ഥന്മാർ ദൈവത്തോട് പറയും എന്നുള്ള കാര്യം. പക്ഷെ ഞങ്ങളന്ന് ഡയറക്റ്റ് ദൈവത്തോട് പറയുകയായിരുന്നു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ, അങ്ങ് ഞങ്ങളെ ഭൂമിയിൽ വിട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം അങ്ങ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ്റെ രക്ഷ അങ്ങ് കാത്തു വച്ചിട്ടുണ്ടെന്ന് അങ്ങ് പറയുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കൂടുതൽ സമയം അടുക്കും തോറും നമുക്ക് പേടിയും കൂടുന്നു. പിന്നെ അതിലുപരി നമുക്ക് എന്ത് തോന്നാനായിട്ട് ആശ്വാസവും നമ്മുടെ ഉള്ളിൽ വരുന്നു. അങ്ങനെ 1-2-3 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റുന്നു, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് തണുത്തു വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ദൈവത്തിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഞങ്ങളെ പടച്ചു വിട്ടല്ലോ കർത്താവേ, എന്നിട്ട് നീ ഞങ്ങൾക്ക് നല്ലൊരു ഉപജീവനം നൽകണമേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പൂർണ്ണ ശാന്തതയിൽ ഞങ്ങളെല്ലാവരും തിരിച്ചു വരുന്നത്. ഞാൻ ആദ്യമായിട്ട് പണിക്ക് പോയത് എൻ്റെ 10ാം ക്ലാസ് വെക്കേഷനാണ്. അതായത് പപ്പയുടെ കൂടെയാണ് പോയത്. 2 മാസം വെക്കേഷന് പപ്പയുടെ കൂടെ ചാവക്കാട് എന്ന സ്ഥലത്താണ് ഞാൻ പണിക്ക് പോയത്. ആ സമയം നമ്മളെല്ലാവരും ആലോചിക്കും കടലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കാമെന്ന്. അങ്ങനെ കടലിൽ ഞാൻ ആവശ്യത്തോടെ വെക്കേഷന് എല്ലാവരും ടൂറും കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പോയത് മത്സ്യബന്ധനത്തിനാണ്. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്കും, അതായത് പണ്ട് പോകുമ്പോഴത്തേക്കും ആധുനിക സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങളോ അങ്ങനെ ഒന്നുമില്ല കാലാവസ്ഥയ്ക്ക്. ഞാൻ പോകുമ്പോൾ സമയത്താണ് ആവശ്യത്തിൽ പോകുമ്പോൾ കടലിൽ ചെന്ന് ഇറങ്ങുന്നു, ഛർദ്ദലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ആ ഛർദ്ദൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ വേണ്ടി തന്നെ ഒരു 3-4 വർഷമെങ്കിലും എനിക്ക് എടുത്തു. പിന്നെ അങ്ങനെ തുടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറന്നു. രണ്ട് സ്കൂളിൽ +1 +2 ജോയിൻ ചെയ്തു. +2 കഴിഞ്ഞപ്പോഴും വീണ്ടും കടലാണ്. അങ്ങനെ കടലെ കൊണ്ടാണ് കൂടുതലും സമ്പാദിക്കുന്നതും അതുകൂടാതെ തന്നെ ഉപജീവനമാർഗ്ഗം മുന്നോട്ട് പോകുന്നതും ചെയ്യുന്നത്. പിന്നെ ഇതുകൊണ്ട് കൂടുതലൊന്നും നേട്ടങ്ങളൊന്നുമില്ല, അന്നുള്ള ചിലവുകൾ നടന്നു പോകുന്നതല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കടലിൽ പോകുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു കോള് ഞങ്ങൾക്ക് അടിക്കൂല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലും കടലിൽ പോകാനായിട്ട് ഒരുപാട് പേര് പേടിക്കും. ശക്തമായ തിരമാലകൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പേടിക്കും. നമ്മൾ ഈ പേടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഓർക്കുന്നത് ദൈവത്തിനെയാണ്. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തിരമാലകളിൽ തന്നെയാണ് ദൈവത്തോടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ തിരമാലകളിലോട്ട് പോവുകയും മീൻ പിടിക്കുകയും. മോശ ചെങ്കടലിനെ 2ആയി വെട്ടി പിളർന്നപ്പോഴും ഇസ്രായേൽ ജനതയെ കൊണ്ടുപോയപ്പോഴും ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ പറയുന്ന അവർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനാണ്? ദൈവം നമുക്കുണ്ടാക്കിയ ഈ പ്രപഞ്ചത്തെല്ലാം ഈ കടലിനോട് മല്ലടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴും നമുക്ക് ഒരു പേടിയില്ല. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മളെ സൃഷ്ടിച്ച ദൈവം. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഞാനിപ്പം പറയുന്നത്. എൻ്റെ ജീവിതം എന്നല്ല, ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. നമ്മൾ 10 ദിവസം 7 ദിവസം കടലിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങൾ എവിടെയില്ല, നമ്മുടെ ഇന്ത്യയിലോ മത്സ്യബന്ധനത്തിനോ മേഖലകളിലോ ഇല്ല. പിന്നെ അത് നമ്മൾ ഇൻഫോം ചെയ്തവർ വരുമ്പോഴത്തേക്ക് നമ്മുടെ പരിക്ക് പൂർണ്ണമായിട്ട് രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു അനുഭവമാണ് എനിക്കും ഉണ്ടായത്. ഞങ്ങൾ ഈ ഫിഷിംഗ് ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടിൽ പണിക്ക് പോകുമ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് 2 ബോർഡ്, അതായത് നമ്മൾ ബോർഡ് ഇട്ടിട്ടാണ് നമ്മൾ മടി വരയ്ക്കുന്നത്, താഴെ നിന്നാണ് വരുന്നത്. അപ്പോൾ 2 ബോർഡും കൂടെ ഉടക്കിയപ്പോഴത്തേക്ക് ഇതിനെ മാറ്റി വിടണം. ഇതിനെ ഞങ്ങൾ മാറ്റുന്ന ഇടയിൽ നമ്മൾ സ്റ്റീൽ റോപ്പ് എന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ അതിനെ തട്ടാൻ പോയപ്പോഴത്തേക്ക് ആ സ്റ്റീൽ റോപ്പ് എന്ത് ചെയ്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്ത് ഉടനെ തന്നെ അത് കട്ടാവും. ആ സമയത്താണ് എൻ്റെ വായിൽ ഇവിടെ ഈ സൈഡാണ് എനിക്കത് അടിച്ചു തന്നത്. പക്ഷെ പുറമേ പൊട്ടിയില്ല, ചെറിയ സ്കിന്നായതുകൊണ്ട് അകത്താണ് എനിക്ക് ഫുള്ളും പൊട്ടിയത്. പൊട്ടിയപ്പോഴത്തേക്ക് എൻ്റെ വായ എത്ര നീരടിച്ചിരിക്കുകയും എനിക്ക് ഒരാഴ്ച ഫുഡ് കഴിക്കാൻ പറ്റിയില്ല.
പിന്നെ അത് കഴിക്കണത് ഈ കൗളിലിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്, പൂർണ്ണ രൂപത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരോടാണ് ചെയ്യണത്? നല്ല മെഡിസിൻ ഇല്ല, പിന്നെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒരു സജ്ജീകരണങ്ങളോ ഒന്നുമില്ല. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കരുണമായിട്ടുള്ളത് നമ്മൾ പറയുകയും, ദൈവമേ എങ്ങനെയോ ഒന്ന് കുറച്ച് തരുമോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മീൻ കിട്ടി കരയ്ക്ക് പോകാവൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് മീൻ കൂടുതൽ കിട്ടുകയും എൻ്റെ അവസ്ഥ കണ്ട് അവർ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കരയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത്, മോനെ എങ്ങനെയാണിത് ഇത്ര ആയത്? അവൻ ഇങ്ങനെ ഒരു വെയിറ്റുള്ള സാധനം അടിച്ചിട്ടാണ് ഇത്ര ഇവിടെ ഇൻഫെക്ഷനായി എനിക്കകത്ത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ സജ്ജീകരണമൊക്കെ ചെയ്ത് എല്ലാം രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്ര നാൾ എങ്ങനെ പിടിച്ചു നിന്നു മോന്? അപ്പോഴാണ് ഞാൻ ഡോക്ടറിനോട് പറയുന്നത്, ഡോക്ടറെ ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ബലം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ്. ഞാൻ ഇന്നും ഈ നിമിഷവും ഇരിക്കുന്നത് ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയുടെ അങ്ങ് ആഴേറ്റത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. വീഴ്ചകളും പരാജയങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാ മനുഷ്യനും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ദിവസം വഴി വെട്ടി തെളിച്ച് തരും. അന്ന് നമ്മുടെ പാത നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും. അന്ന് മുതൽ നമ്മുടെ ജീവിതം നല്ല സുഫലമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം എന്തു പറഞ്ഞത്? കള്ളനും കൊള്ളനും ഒരുപാട് കൊടുക്കും, പക്ഷെ നല്ലവനായ മനുഷ്യന് ദൈവം ലൈറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ, നല്ലതേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് പറയും, മോനെ പള്ളിയിൽ പോ എന്ന് പറയും. ഞാൻ പിന്നെ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് പള്ളിയിൽ പോകാറില്ല. എൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ബൈബിളിൽ പഠിച്ചത് 4 കാര്യങ്ങളാണ്. നമ്മുടെ ലോകത്ത് എന്ത് വചനം തന്നെ പഠിച്ചാൽ പോലും ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിന്നെയും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എനിക്കുള്ളത് കുറച്ച് അടുത്ത മനുഷ്യനും കൊടുക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ 90% എനിക്ക് എന്തായി? നന്മകളായി. പിന്നെ അതുകൂടാതെ തന്നെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അനുഭവങ്ങൾ കുറവോ കൂടുമോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ചെയ്യുന്ന തെറ്റ് നാളെ എന്നെ തന്നെ തിരിച്ചടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എൻ്റെ മനസ്സിൽ അകത്തിട്ട് പറയാറുണ്ട്, ഇന്നിൻ്റെ പ്രവൃത്തിയാണ് നാളെ നിൻ്റെ ജീവിതം. ഞാനിന്ന് എന്ത് ചെയ്യുമോ അതാണ് നാളെ എൻ്റെ ജീവിതം. അതായത് ഞാനിന്ന് തെറ്റ് കാണിച്ചാൽ നാളെ എനിക്ക് തെറ്റേ സംഭവിക്കുകയുള്ളൂ, ഞാനിന്ന് നന്മ കാണിച്ചാൽ എനിക്ക് നാളെ നന്മയെ കിട്ടുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഞാൻ പല പ്രശ്നങ്ങളും നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആശ്വസിപ്പിക്കാനോ ആശ്വാസം തരാനോ ചിലപ്പം കുടുംബക്കാർ എത്രയാലും ഉണ്ടെങ്കിൽ പോലും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോകും. അവർ ആശ്വസിക്കുമ്പോൾ അവരുടെ പാട്ട് കഴിഞ്ഞ് പോകും. നമ്മളെ തന്നെ നമ്മൾ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് നമ്മൾ ബൈബിൾ എന്ത് ചെയ്യുന്നത്? എടുത്ത് വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിൽ കുറച്ച് സമാധാനവും ശാന്തിയും കിട്ടും. ആ ബൈബിൾ വായനയിൽ കൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മൗനം എല്ലാത്തിനും ഒരു സമയങ്ങളിൽ നിൻ്റെ മനസ്സിനെ നിശ്ചലമാക്കും. എന്ത് പ്രയാസം ഇരുന്നാൽ പോലും നീ നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും. ബൈബിൾ വായിക്കുകയും ബൈബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർക്ക് യാതൊരു ആപത്തും യാതൊരു തെറ്റും വരുമില്ല. അവർ അഥവാ തെറ്റ് ചെയ്താൽ പോലും അവർ ദുഷ്പ്രവൃത്തിയിലോട്ട് ഏർപ്പെടുകയില്ല, തെറ്റ് ചെയ്യാനേ അവർ പോകുന്നില്ല. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങൾ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ബൈബിളിൽ ഒരു തിന്മയെന്നുള്ള സാധനം ആർക്കും എടുത്തു പറയാനോ എടുത്തു കാണിക്കാനോ കാണിക്കത്തില്ല. ബൈബിൾ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമേ പ്രസിദ്ധീകരിച്ച പുസ്തകവും ഞാൻ പഠിച്ചിട്ടുള്ളത് ബൈബിളാണ്. എനിക്കുണ്ടായ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ നമ്മളെല്ലാം ആരുമില്ല ലോകത്ത്. ഇവിടുത്തെ 8ാം ക്ലാസ് വെക്കേഷൻ കഴിയുമ്പോഴാണ് ഞാൻ ഈ കന്യാകുമാരി, തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിൽ നിന്ന് കൊട്ടിൽപ്പാട് എന്ന സ്ഥലത്ത് പോകുന്നത്. എൻ്റെ അച്ഛൻ കൊട്ടിൽപ്പാട് ഉള്ളതാണ്. അവിടെ പോകുമ്പോഴത്തേക്ക് 2004 ഡിസംബർ 26 ആ സമയത്ത് ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു.
ആ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നാട്ടിലോട്ട് വരാൻ നിൽക്കാൻ നേരത്ത് പപ്പയുടെ ചേച്ചി പറഞ്ഞ്, മക്കളെ ഇന്ന് നിങ്ങൾ പോകണ്ട, നാളെ പോയാൽ മതി, അല്ലെങ്കിൽ ഇത് 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് പോവുകയല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് നാളൊക്കെ നിന്ന് എടുത്തിട്ട് പതിയെ പോയാൽ മതി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ 2004 ഡിസംബർ 26, വർഷം കുറേ ആയി. അപ്പോൾ 26-ാം തീയതി ഞങ്ങൾ കടലിൽ കുളിക്കാനായിട്ട് ഞാനും എൻ്റെ അനിയൻ്റെ പേര് ഷാജി എന്നാണ്. അപ്പം ഞാനും എൻ്റെ അനിയന് കടലിൽ കുളിക്കാനായിട്ട് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പം നിൽക്കാൻ നേരത്ത് ഇവിടെ പപ്പയുടെ ചേച്ചിയുടെ മോള് പറഞ്ഞ്, ഇന്ന് നമ്മൾ കുളിക്കാൻ പോകണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മലയാള അക്ഷരങ്ങൾ പറ, നിങ്ങൾ അതിൽ പാട്, ഞാൻ തമിഴ് പറയാം, നിങ്ങൾ തമിഴ് പാട്ട് പാടാം, 2 പേർക്ക് ഈ അക്ഷര വെച്ചുള്ള പാട്ടുകൾ പാടാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ പപ്പയുടെ ചേച്ചിയുടെ മോൾ ഒരു സാധനം തന്നേച്ച്. ആ സാധനത്തിന് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഫുഡാണെന്ന് തോന്നുന്നു, ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ഞാൻ അവിടെ തന്നെ വരുന്നു. വരാൻ നേരത്ത് അവിടുത്തെ ജനങ്ങൾ എന്തോ ഒരു പരിഭ്രാന്തിയിലേക്ക് ഒന്ന് പറക്കുകയാണ്. ഒരടിയും ബഹളവും അങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷേ ആ ഒരു സ്ഥലം ഒരു അടിയുള്ള ഏരിയയാണ്, ഇപ്പം കുഴപ്പമില്ല. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ അനിയൻ സൗണ്ട് കേട്ട് അങ്ങ് ഓടിച്ചെല്ലുന്നു. അവിടെ സെൻറ്റ് ആൻഡ്രീസ് ഒരു കുരിശടിയുണ്ട് പള്ളിയുടെ തൊട്ടപ്പുറത്ത്. അങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ പോകുമ്പോഴത്തേക്കും ഈ എന്തു പറയാനായിട്ട് ഈ പൂഴിയില്ലേ, പൂഴി ഇങ്ങനെ പൊങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ വിചാരിച്ച് പൂഴി പോലെ ഇങ്ങനെ കുരിശടിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ അനിയൻ വിചാരിച്ച് ഇത് എന്തോ അടി കൊണ്ട് ആൾക്കാർ ഓടുന്നു എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയൻ വെളിയിൽ ചെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അനിയൻ ആ വാതിലിൽ കൂടെ ഫ്രണ്ട് വാതിലിൽ കൂടെ പോവുകയും ഞാൻ അടുക്കള വാതിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു തോടാണ്, ചെറിയ ഊറ്റുവെള്ളം പോലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് എടുത്ത് ചാടിയത് ചെളിയുടെ അകത്താണ്. ചെളിയുടെ അകത്ത് ഈ ഹെഡ് വരെ ഇങ്ങനെ ആയി. അങ്ങനെ ആയി നിൽക്കുമ്പോഴാണ് എൻ്റെ അനിയൻ ഇതൊരു ഓടി വന്ന് എന്നെ ക്രോസ് ചെയ്ത് അവൻ ചാടുന്നത്. അവൻ ചാടിയിട്ട് ഞാൻ പറഞ്ഞ അനിയ കൈ താന്ന് പറയണം. അപ്പം പറഞ്ഞ കൈ എത്തത്തില്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ തരാം. അവൻ എന്തോ ഒരു മടൽ പോലെ കാണിക്കുകയാണ് അതിനെ പിടിച്ച് കയറാനായിട്ട്. അങ്ങനെ കയറുമ്പോഴത്തേക്ക് വേറൊരാളിനെ ഈ വെള്ളം വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സുനാമിയാണോ ഇത് വെള്ളമാണോ എന്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ആ സമയത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളുടെ അവസ്ഥയിലോട്ടല്ല കോമ സ്റ്റേജിലൊക്കെ ഒരുമാതിരി എത്താറായി. അങ്ങനെ എത്തുമ്പോഴാണ് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തത്. ഞങ്ങൾ ഫ്രണ്ടിലോട്ടായതും ഞാനും എൻ്റെ അനിയനും അവിടെ നിന്ന് ഓടിയ ഓട്ടമാണ്. അവിടെ നിന്ന് ഓടിപ്പോയത് നേരെ മാർത്താണ്ഡമാണ്. ഈ മാർത്താണ്ഡം വരെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തും മനസ്സിലാവുന്നില്ല, ഇത് സുനാമിയാണോ, ഈ അടി കൊണ്ടാണ് ആളുകൾ ഓടുന്നതെന്നോ ആർക്കും അറിയില്ല. പിന്നെ വഴിതോരം ആൾക്കാർ ഇങ്ങനെ ഓടുകയാണ് ചെയ്യണത്. പിന്നെ കൈ കിട്ടുന്ന കുടുംബക്കാർ കൊച്ചുങ്ങളെയും കുട്ടികളെ അങ്ങനെ വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പപ്പയുടെ വേറൊരു അനിയത്തിയാണ് ഞങ്ങളെ 2 പേരെയും കാണുകയും ഞങ്ങളെ 2 പേരും പിടിച്ചിട്ട് പോവുകയും ചെയ്യുന്നത്. ആ സമയം മാർത്താണ്ഡത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരനെക്കാട്ടി എൻ്റെ ഏറ്റവും വലിയ ദരിദ്രനായ വേഷമാണ് എനിക്ക്. ചെളിയും സ്മെല്ലും, അതായത് വായിക്കൂടെ ഉള്ള ചെളി എല്ലാം, അത് എന്തു പറയാനായിട്ട് ഒരു നമ്മുടെ അടുത്ത് തന്നെ ആർക്കും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു ഇതിലാണ് ഞാൻ മാർത്താണ്ഡം വരെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ആ സമയത്ത് എനിക്കെൻ്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ അറിയാം. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഫുള്ളും കംപ്ലൈൻ്റ് ആണ്. വിളിച്ചപ്പോഴത്തേക്കും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു വൈദികൻ ഒന്നോട് പറയാണ്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോഴാണ് ഓരോരുത്തരും ഡീറ്റെയിൽ വെള്ളം വന്നു ഇങ്ങനെ ഓടി ഇങ്ങനെ ചെളിയായി അങ്ങനെ. അപ്പോൾ ഒരു വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു എന്തോ അറിയില്ല, അടിയാണെന്ന് പറഞ്ഞു. പിന്നീടാണ് അവർ പറയണത് സുനാമി, ഈ കൊന്തളിപ്പം എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീടാണ് ഈ സുനാമി എന്നവർ പറഞ്ഞത്. അതിനുശേഷം ആ വൈദികൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ആശ്രമം അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ഉടുപ്പെല്ലാം ഞങ്ങൾ തന്നെ കഴുകി കുളിച്ച് പിന്നെ അവരെ തന്ന ഫുഡ് കാര്യങ്ങളും എല്ലാം കഴിക്കുകയും പിന്നെ അതിനുശേഷം എന്താ നടക്കുന്നു എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ എന്ത് സംഭവിച്ചു, അവിടെ അച്ഛൻ എന്താണ്, അമ്മയ്ക്ക് എന്തായി, അല്ലെങ്കിൽ അവിടെ റിലേറ്റീവ്സിന് എന്തായി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വരികയാണ്, ഇവിടെ 10 പേരുണ്ട്, ഇവിടെ 5 പേരുണ്ട്, ഇവിടെ 8 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഈ അജിത്തിൻ്റെ ഒരു സിനിമ ഉണ്ട്, സിറ്റീസിൻ്റെ എന്ന സിനിമ. അതായത് ഈ അത്തുപ്പെട്ടി എന്നൊരു ഗ്രാമം ഇങ്ങനെ ഇല്ലാതായി കിടക്കണ കണക്ക് മനുഷ്യന്മാരെ ടോക്കൺ കൊടുത്താണ് എന്ത് ചെയ്യണത്, മനുഷ്യരാശിക്ക് വിലയില്ലാതെയാണ് ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുന്നത്. ഒരു അടുക്കലെന്ന് പറയുമ്പോഴത്തേക്ക് 100-120 പേരാണ് ഒരു ലൈനിൽ. അങ്ങനെ കുളച്ചൽ സ്കൂളിലാണ് ഇട്ടിരുന്നത്, സെൻറ്റ് മേരീസ് സ്കൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുളച്ചൽ സെൻറ്റ് മേരീസ് സ്കൂളാണത്. പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇവിടേക്കാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നിറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് എൻ്റെ ജീവിതത്തിൽ എന്ത് പറയുകയാണെങ്കിൽ കൂടുതൽ ബോഡി അല്ലെങ്കിൽ കൂടുതൽ ആത്മാക്കളെ ഞാൻ നേരിട്ട് കാണുന്നത് അന്നാണ്. ഇത്രയും മനുഷ്യ ശരീരങ്ങൾ
ഞങ്ങളുടെ നാട്ടിൽ തന്നെ അന്ന് പോയത് 156 പേരാണ് മരിച്ചത്. മരിച്ചതിലും കൂടുതൽ കുഞ്ഞു കുട്ടികളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവരെല്ലാവരും അടക്കുന്നത് എങ്ങനെയാണ്? ഒരു ഇതായിട്ടല്ല, എല്ലാവരും ഒരുമിച്ചായിട്ടാണ് അടക്കുന്നത്. അടക്കിയിട്ട് അവരെന്ത് ചെയ്യണത്? മേളിലൊരു കുഴലാണ് വയ്ക്കണത്, ഇതിൻ്റെ സ്മെല്ല് എൻ്റെ അകത്തൂടെ പോകാനായിട്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ ട്രിവാൻഡ്രത്ത് നടന്ന് ഇവർ റിലേറ്റീവ്സ് നോക്കാൻ വന്നപ്പോൾ കാറ് കൊണ്ടുവന്ന് എന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് എന്നെ ഇട്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് കുടിച്ച ചെളിയും കാര്യങ്ങളും, അങ്ങനെ 2 ആഴ്ച എനിക്ക് പനിയായിരുന്നു. അതിനുശേഷം എനിക്ക് വൈറൽ ഫീവർ പനി പിടിച്ചു. ഈ കുടലിൽ ബാധിക്കുകയും, ചെളിയെന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന സാധനങ്ങളാണ്, അണുക്കളാണ് ഇതൊക്കെ എല്ലാം. അങ്ങനെ വൈറൽ ഫീവർ പനി പിടിക്കുകയും പിന്നെ റിക്കവർ ആയിട്ട് ഒരു 1.5 മാസം വേണ്ടി വന്നു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ആർക്കും തന്നെ മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വെള്ളത്തിൽ കിടക്കുന്ന സമയം പറഞ്ഞില്ലേ, ഞാൻ കിടക്കുന്നത് ഈ ചെളിയിലാണ്. ഈ ചെളിയിൽ ഒരു മനുഷ്യൻ പൂന്തിയിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റത്തില്ല. അനങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ ആ സമയത്ത് ദൈവത്തിനെയാണ് വിളിക്കുന്നത്. പെട്ടെന്നൊരു തിരമാലിൻ്റെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തപ്പോഴാണ് ഞാൻ ഫ്രണ്ടിലോട്ടായത്. അതായത് ശക്തമായിട്ടുള്ള തിരമാലയല്ല, അത് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വന്ന് പുഷ് ചെയ്യണത്. ആ സാഹചര്യത്തിൽ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ മാർത്താണ്ഡം വരെ പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. അപ്പോഴാണ് എൻ്റെ അനിയൻ പറയണത്, അണ്ണാ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നമാണ് എന്ന് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടേ നീ ഭ്രാന്തൊന്നും വിളിച്ച് പറയില്ല, നല്ലതല്ല. ഇല്ല ചേട്ടാ, ഞാൻ ഇങ്ങനെ ഒരു മാതാവിനെ സ്വപ്നം കണ്ടു, അതാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ. അനിയൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ ഇടയ്ക്ക് തന്നെ അവിടെ ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു 4 വർഷത്തിന് മുമ്പ് മാർത്താണ്ഡത്തിന് തൊട്ട് മേളിലാണ് ഇരിക്കുന്നത്. ആ അച്ഛൻ, ആ വൈദികൻ ഇപ്പം ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സമയം പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ മാതാവിനോട് കൂടുതലും പ്രാർത്ഥിക്കുമെന്ന് പറയാമോ, ലോകത്തിലെ ശാന്തത നിറഞ്ഞ ഒരു മധ്യസ്ഥയാണ് മാതാവെന്ന് പറയുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സമാധാനം ഒരു മനുഷ്യന് പെട്ടെന്ന് കിട്ടും. പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കടലിൽ പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന്. അത് പള്ളിയിൽ ചെന്ന് പൂജ വയ്ക്കുന്ന പോലെ പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മാതാവിൻ്റെ ജപമാലയാണ് ചൊല്ലുന്നത്. കുരിശു വരഞ്ഞ് മാതാവിനോടുള്ള ജപമാല പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കടലിലോട്ട് പോകുന്നത്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളെ പിതാവേ, ഈ പ്രാർത്ഥന പഠിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയം പഠിച്ചുകൊണ്ട്, പരിശുദ്ധ മറിയം പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമേ, ഞങ്ങളെ ഉപജീവന മാർഗത്തിന് ഒരു തടസ്സവുമില്ലാതെ അമ്മയെ കാത്തുകൊള്ളണമേ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കടലിൽ പോകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് കുടുംബത്തിൽ ജോബാല ചൊല്ലുന്നതെല്ലാം ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥന പഠിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, എന്തോ ടോമി ഇതുകൊണ്ട് എന്തോ പ്രാർത്ഥന പഠിക്കുന്നത് കേട്ടാ. എൻ്റെ കൂട്ടുകാർ വരെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ മാതാവിനോട് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥനകൾ. പക്ഷേ എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയും, ഇവൻ എന്ത് ഭ്രാന്താ. ഇല്ലടാ, അവൻ പ്രാർത്ഥിക്കും. അതേ സമയത്ത് 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പള്ളിയിൽ മണിയടിക്കുമ്പോൾ ഒരു ജോമ്പാര ചൊല്ലാറുണ്ട് ആത്മാക്കൾക്ക് വേണ്ടി. 8 മണിയാണ് പള്ളിയിലെ അവസാനത്തെ മണിയെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ആ സമയത്ത് ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി, ഞാനെന്നല്ല, ഈ പ്രാർത്ഥന പഠിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പണ്ടത്തേക്കാളും ഇപ്പോൾ ഒരുപാട് സജ്ജീകരണ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥകൾ ഗവൺമെൻറ് നേരത്തെ തന്നെ പറയുകയും പിന്നെ അതിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസായിട്ട് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ ആദ്യത്തെക്കാളും കൂടുതൽ ഇപ്പോഴത്തെ സജ്ജീകരണങ്ങൾ ഭയങ്കരമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അവർ ഓടി വരികയും ചെയ്യുന്നു. പിന്നെ വേറൊരു കാരണങ്ങളുണ്ട്. എനിക്ക് മാതാവിനോടുള്ള അനുഗ്രഹം കൂടുതലാണ്. ഞാൻ കടലിൽ പോകുമ്പോഴും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് പറയും, പോകുന്ന സ്ഥലത്തെല്ലാം എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതല്ലോടാ ടോമി, നീ എന്ത് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയും, കിട്ടുന്നതിൽ ഒരു വകരി പാവങ്ങൾക്കോ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് കൂടുതൽ അടുപ്പം കാണിക്കുക. ഞാൻ വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, 1000 പേര് നമ്മളെ വിമർശിച്ചാലും നമ്മൾ മാതാവിനോടും ദൈവത്തിനോടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെ ദൈവം വളർത്താൻ തന്നെ നമ്മളെ ചെയ്യും. അതുകൊണ്ട് ഒരു മനുഷ്യനെയും മാതാവും ദൈവവും നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല എന്ന് അവർ നമ്മളെ കൂടെ ചേർത്ത് നിർത്തത്തേ ഉള്ളൂ.